പ്രിയമുള്ളവരെ, എല്ലാവർക്കും 12ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ചാർജ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുമ്പോൾ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ചാർജ് മൂവ് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ, അതായത് കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ, ആ ഇലക്ട്രിക് ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് കൂടാതെ ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഉണ്ടാകുന്നുണ്ട്. അതായത് കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് സമീപത്തായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന് ചുരുക്കം. ആദ്യകാലത്ത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും പരസ്പര ബന്ധമില്ലാത്ത രണ്ട് ഫിസിക്സിന്റെ ബ്രാഞ്ചുകളായിട്ടാണ് കരുതപ്പെട്ടു പോന്നിരുന്നത്. എന്നാൽ 1820 ക്രിസ്ത്യൻ ഓയസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ തന്റെ പരീക്ഷണശാലയിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോമ്പസ് നീഡിൽ, മാഗ്നറ്റിക് നീഡിൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ സമീപത്ത് യാദൃശ്ചികമായി വച്ചിരുന്നു. കറണ്ട് കടത്തിവിട്ടപ്പോൾ ആ നീഡില് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് സമീപത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തം ക്രിസ്ത്യൻ ഓയസ്റ്റഡ് ആദ്യമായി നടത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്തായിരുന്നു നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇലക്ട്രിക് കറണ്ട് or flow of charges produce magnetic effect in the space around the conductor called strength of magnetic field or simply magnetic field. എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് സമീപത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ ആണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നതെന്ന് ചുരുക്കം. ഇതിനു മുമ്പ് വരെ മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. മാഗ്നറ്റിസം വളരെ പുരാതനമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. BC 600 തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഗ്രീക്ക് ഫിലോസഫേഴ്സ് മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള ബന്ധം ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഓയസ്റ്റഡ് എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അദ്ദേഹം ചെയ്ത പരീക്ഷണം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെ ഒരു സർക്യൂട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ആ കണ്ടക്ടറിന്റെ അടിയിലായിട്ട് ഒരു കോമ്പസ് നീഡിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. When current was allowed to flow through this wire placed parallel to the axis of the magnetic needle kept it directly below the wire, the needle was found to deflect from its normal position. ഇപ്പോൾ ഈ അറേഞ്ച്മെന്റിൽ കറണ്ട് കടത്തി വിടാതിരുന്നാൽ ആ നീഡിലിന് ഡിഫ്ലക്ഷൻ ഒന്നും കാണുന്നില്ല. എന്നാൽ ഈ ബാറ്ററി ഉപയോഗിച്ച് ആ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് കടത്തി വിട്ടപ്പോൾ ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് ഓയസ്റ്റഡ് മനസ്സിലാക്കി. ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കടത്തിവിടുന്ന കറണ്ടിന്റെ അളവിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണെന്നും അദ്ദേഹം കണ്ടു. അതായത് കൂടുതൽ അളവിൽ കറണ്ട് കടത്തിവിട്ടാൽ ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു. കുറച്ച് കറണ്ടാണ് കടത്തിവിടുന്നതെങ്കിൽ കുറച്ച് ഡിഫ്ലക്ഷനെ ഉണ്ടാകുന്നുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ കറണ്ടിന്റെ ഡയറക്ഷൻ തിരിച്ചാൽ, റിവേഴ്സ് ചെയ്താൽ ആ ഡിഫ്ലക്ഷനും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുന്നതായിട്ട് മനസ്സിലാക്കി. When current was reversed through the wire, the needle was found to deflect in the opposite direction to that of the earlier case. കറണ്ടിന്റെ ഡയറക്ഷൻ തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ നീഡിൽ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആകുന്നു എന്നുള്ളതാണ്. ഈ പരീക്ഷണമാണ് ആദ്യമായി ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിനുശേഷം ഇലക്ട്രിസിറ്റി തന്നെയോ അല്ലെങ്കിൽ മാഗ്നറ്റിസം സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിസം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ബ്രാഞ്ച് വളർന്ന് വികാസം പ്രാപിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും പരസ്പര പൂരകങ്ങളാണ്. ഒരു കോയിന്റെ രണ്ട് സൈഡുകൾ പോലെയാണ്. അതല്ലാതെ രണ്ടും വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്ന രണ്ട് ബ്രാഞ്ചസ് അല്ല എന്നുള്ള ആ സുപ്രധാനമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു പരീക്ഷണമാണ് ക്രിസ്ത്യൻ ഓയസ്റ്റഡിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഓയസ്റ്റഡ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. Oesterd's experiment.
Danish school teacher Hans Christian Oesterd in the year 1820 concluded a magnetic field is created around a current-carrying conductor. അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ഒരു ബാറ്ററി, ആ ബാറ്ററിയിൽ നിന്നും ഒരു കറണ്ട് ക്യാരിയിങ് വയർ, അത് കോപ്പർ വയറോ ഏതെങ്കിലും മെറ്റാലിക് വയറായാൽ മതി. അപ്പോൾ ആ വയർ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം വഴി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ തുടങ്ങി നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്ന കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടർ. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സ്വിച്ച് ആണ്. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആ ഇടത് സൈഡിൽ കാണുന്ന കമ്മ്യൂട്ടേറ്റർ. Hans Oesterd placed a compass needle below a wire carrying current. He observed that the needle deflected, showing that a magnetic field is created around the wire. ആദ്യം ചെയ്തത് താഴെ വെച്ചിട്ടായിരുന്നു. രണ്ടാമത് ഇതിന് മുകളിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തി. ആ വയറിന്റെ മുകളിൽ കോമ്പസ് നീഡിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കറണ്ട് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഡിഫ്ലക്ഷനും ഇല്ല. ആ കമ്മ്യൂട്ടേറ്റർ തിരിച്ചിട്ട് കറണ്ട് ഓൺ ചെയ്തു. Hans Oesterd repeated the experiment by placing the compass needle above the wire. He observed that the needle deflected in the opposite direction. This experiment indicated that the direction of the magnetic field above and below the wire is in opposite directions. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ വയറിന്റെ മുകളിലും താഴെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് അദ്ദേഹം. He also observed that if the direction of the current in the wire is reversed, the deflection in the compass needle is also reversed. കറണ്ടിന്റെ ഡയറക്ഷൻ തിരിച്ചപ്പോൾ This experiment shows that the direction of the magnetic field depends upon the direction of current. കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അളവിൽ കറണ്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു. അതുപോലെ ആ വയറിന്റെ താഴെയും മുകളിലും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സെയിം കറണ്ടിൽ തന്നെ ഡയറക്ഷൻ തന്നെയാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിലും ആ വയറിന്റെ താഴത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അതാണ് ഓയസ്റ്ററിന്റെ എക്സ്പെരിമെന്റ്. ഓയസ്റ്റഡ് ഈ പരീക്ഷണമൊക്കെ നടത്തിയെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത് ബയോട്ട് ആൻഡ് സാവർട്ട്സ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ സമീപത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് ബയോട്ട് സാവർട്ട് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ലോ രൂപീകരിക്കുകയും ചെയ്തു. ആ ലോയാണ് ബയോട്ട്-സാവർട്ട്സ് ലോ എന്ന് പറയുന്നത്. മാഗ്നറ്റിസത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു ലോയാണ് ബയോട്ട്-സാവർട്ട്സ് ലോ എന്ന് പറയുക. ഈ ബയോട്ട്-സാവർട്ട്സ് ലോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ സമീപത്തുള്ള ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് പോലെ തന്നെയുള്ള ഒരു പാരാമീറ്റർ ആണ്. ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ പഠിക്കുന്ന ടേമുകൾക്കെല്ലാം സമാനമായിട്ടുള്ള ടേംസും ഡെഫിനിഷൻസും വാല്യൂസും കോൺസ്റ്റൻസും എല്ലാം മാഗ്നറ്റിസത്തിനകത്തും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നിയർ ബൈ എ കറണ്ട് ക്യാരിയിങ് എലമെന്റ്, അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നതാണ് ബയോട്ട്-സാവർട്ട്സ് ലോ. ഇപ്പോൾ രണ്ട് ശാസ്ത്രജ്ഞരുടെ പരീക്ഷണങ്ങൾ നടത്തി അപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യമാണ് ബയോട്ട്-സാവർട്ട്സ് ലോ എന്ന രൂപത്തിൽ ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ അവർ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റ് DL എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റ്, ചെറിയൊരു ലെങ്ത് ഉള്ള എലമെന്റ് DL, ഒരു ചെറിയ പോർഷൻ ശ്രദ്ധിക്കുക, DL ലെങ്ത് ഉള്ള ആ ഒരു എലമെന്റ്, ആ എലമെന്റിൽ നിന്ന് ഒരു നിശ്ചിത ദൂരം അകലെ R എന്ന് പറയുന്ന ഒരു പോയിന്റ് Pയിലും അതുപോലെ സിമെട്രിക് ആയിട്ടും മറു സൈഡിലും P' സിമെട്രിക് ആയിട്ടുള്ള ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള രണ്ട് പോയിന്റുകളാണ്. അപ്പൊ അവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവർ കണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്. ആ കണ്ടക്ടറിലൂടെ കടത്തിവിടുന്ന കറണ്ടിന്റെ സ്ട്രെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ആ എലമെന്റിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. DL എന്ന് പറയുന്ന ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ സൈൻ ഓഫ് ദ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഫിഗറിനകത്ത് ശ്രദ്ധിക്കുക, ആ എലമെന്റിന്റെ മിഡ് പോയിന്റിൽ നിന്നും ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ R വെക്ടർ, ആ ലൈനും എലമെന്റിന്റെ ഡയറക്ഷനും
അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ആംഗിൾ തീറ്റ മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ആൻഡ് ദ പോയിന്റ് വെയർ ദ ഫീൽഡ് ഈസ് ടു ബി മെഷേർഡ്. ആ ലൈനും എലമെന്റും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുക. ആ ആംഗിളിന്റെ സൈന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷണൽ ആണ്. 3 കാര്യങ്ങൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഒരു കാര്യത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അതായത് ഡി ബി എന്ന് പറയുന്നത് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് പ്രൊഡ്യൂസ്ഡ് ബൈ സ്മോൾ കറണ്ട് ക്യാരിങ് എലമെന്റ് ഡി എൽ, ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ എലമെന്റ്, directly proportional to sine of the angle theta between the element and the line joining the midpoint and the point, and inversely proportional to square of the distance. ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്താൽ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിനകത്ത് ഓരോ ടേമുകളും ഡി ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് പ്രൊഡ്യൂസ്ഡ് ബൈ കറണ്ട് ക്യാരിങ് എലമെന്റ് ഓഫ് ലെങ്ത് ഡി എൽ, ഐ കറണ്ട്, ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് എലമെന്റ്. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ സാധാരണ ചെയ്യുന്നത് പോലെ കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് μ0 ഡിവൈഡഡ് ബൈ 4π ആണ്. μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിക്ക് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് പെർമിറ്റിവിറ്റി കണ്ടിരുന്നു. അതിന് സമാനമായിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ദ എബിലിറ്റി ഓഫ് a particular medium to pass magnetic flux lines or magnetic forces through it. That is what is called permeability. അപ്പോൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് μ0 എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ μ0 by 4π എന്ന് പറയുന്നത് 1/4πε0 എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കണ്ട കോൺസ്റ്റന്റിന് പകരക്കാരനാണ് അവിടെ μ0 by 4π എന്ന് പറയുക. അപ്പൊ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബി ഈസ് ഈക്വൽ ടു μ0 by 4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അതാണ് ബയോട്ട്-സാവർട്ട്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റിൽ പറയുകയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഡ്യൂ ടു എ സ്മോൾ കറണ്ട് എലമെന്റ് ഡി എൽ ക്യാരിങ് എ കറണ്ട് ഐ അറ്റ് എ പോയിന്റ് പി ഡിസ്റ്റന്റ് ആർ ഫ്രം ദ എലമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ കറണ്ട് ഡി എൽ ആൻഡ് സൈൻ തീറ്റ and inversely proportional to square of the distance between the point and the element, where theta is the angle between D and R. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്. മാത്തമാറ്റിക്കൽ ഫോമിൽ നമ്മൾ ഇക്വേഷൻ എഴുതുക, ഇക്വേഷൻ ശ്രദ്ധിക്കുക, നമുക്ക് ആപ്ലിക്കേഷൻസ് പ്രവർത്തനമൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. ഇത് ബയോട്ട്-സാവർട്ട്'സ് ലോ ആണ്. ഞാൻ പറഞ്ഞു ബയോട്ട്-സാവർട്ട്'സ് ലോ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നതാണ്. പക്ഷേ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വെക്ടർ ഫോമിൽ നമുക്ക് എഴുതണം. ഇപ്പൊ μ0 by 4π ഐ ഡി എൽ ക്രോസ് യൂണിറ്റ് വെക്ടർ ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിനകത്ത് ഡി എൽ എന്ന് പറയുന്നത് നമ്മളൊരു ഡയറക്ഷൻ, ഡി എല്ലിന്റെ ഡയറക്ഷൻ, ആ എലമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നു ഡി എൽ. ആർ വെക്ടർ യൂണിറ്റ് വെക്ടർ ആർ എന്ന് പറയുന്നത് എലമെന്റിൽ നിന്നും പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതിന്റെ ഡയറക്ഷൻ, ആ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറാണ് യൂണിറ്റ് വെക്ടർ ആർ ക്യാപ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അതിന്റെ വെക്ടർ നൊട്ടേഷൻസ് ക്രോസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചുരുക്കം. അപ്പോൾ അതിൽ μ0 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ വെബർ മീറ്റർ സ്ക്വയർ പെർ ആംപിയർ. അപ്പൊ അതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്ഷൻ ഓഫ് ഡി ബി ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് എ ഡയറക്ഷൻ ഓഫ് ഡി എൽ ക്രോസ് ആർ വിച്ച് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഇപ്പൊ ഇതിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി 2-3 ലോകൾ നമുക്ക് ഉപയോഗിക്കാം. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ്, അതായത് കറണ്ട് ക്യാരിങ് എലമെന്റിന്റെ സമീപത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ലോയാണ് ബയോട്ട്-സാവർട്ട്'സ് ലോ എന്ന് പറയുക. അപ്പൊ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് ഡയറക്ഷനും ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് 2-3 ലോസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ലോസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തേത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അല്ലെങ്കിൽ കേൾ റൂൾ എന്ന് പറയും. അപ്പൊ അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക.
അപ്പോൾ അതിൽ മുകളിലോട്ടാണ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനിൽ റൈറ്റ് ഹാൻഡിന്റെ തമ്പ് പിടിക്കുക. അപ്പോൾ അങ്ങനെ തമ്പ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ്, റൈറ്റ് ഹാൻഡിന്റെ ബാക്കി ആ ഫോൾഡഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് അതിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഷേപ്പിനെ കാണിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിനെ കാണിക്കും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ് ആ കറണ്ട് കാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് വരച്ചാൽ ആ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെയുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ കറണ്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോവുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആ ഫിഗർ ശ്രദ്ധിക്കുക. കറണ്ട് നേരെ താഴേക്കാണെങ്കിൽ ഡയറക്ഷൻ തിരിച്ചു പിടിക്കുക. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അതിന് ചുറ്റും പോവുക. കോൺസെൻട്രിക് ആയിട്ടുള്ള, അതായത് കണ്ടക്ടർ സെന്റർ ആക്കിക്കൊണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് അവിടെ രൂപപ്പെടുന്നു. ആ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് എന്ന് പറയുന്നത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും ചെയ്യും. If a current carrying conductor is imagined to be held in the right hand such that thumb points in the direction of the current, then the tips of the fingers encircling the conductor will give the direction of magnetic lines of forces. Magnetic lines of force കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന്റെ ടാൻജന്റ് വരച്ചാൽ മതി, ആ സ്ഥലത്തെ ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയുകയും ചെയ്യാം. ഇത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് അറിയപ്പെടുന്നതാണ്. ഈ തമ്പ് റൂൾ ഉപയോഗിച്ച് നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഒക്കെ അറിയാം. ഇത് തിരിച്ചും ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ തമ്പ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഫോൾഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷനായിരിക്കും. ഇപ്പൊ കറണ്ട് സർക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇതേ രൂപത്തിൽ ആ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആയിട്ട് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കാണിച്ചിരിക്കുന്ന അതിന് ആക്സിസിലൂടെ ആയിരിക്കും. അത് കറണ്ട് കാരിങ് സർക്കിൾ ലൂപ്പ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ അതിന് ആ ലൂപ്പിന്റെ ആക്സിസിന് പാരലായിരിക്കും എന്ന് ചുരുക്കം. ഇനി രണ്ട് ലോയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാനായിട്ടുള്ളൂ. അപ്പൊ അതിലൊരെണ്ണം ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ എന്നുള്ളതാണ്. അപ്പൊ ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ വളരെ സിമ്പിൾ ആണ്. അപ്പൊ അവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ സ്വിമ്മർ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് സ്വിമ്മ് ചെയ്യുന്നു. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് അങ്ങനെ സ്വിം ചെയ്യുമ്പോൾ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ സ്വിമ്മറുടെ കാലിലൂടെ കയറി ഹെഡിലൂടെ കറണ്ട് ഇറങ്ങി പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ അയാളുടെ അടിയിലായിട്ട് നമ്മുടെ കോമ്പസ് നീഡിൽ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ആ സ്വിമ്മറുടെ ലെഫ്റ്റിലേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? വെസ്റ്റിലേക്കായിരിക്കും മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആംബിയസ് സ്വിമ്മിംഗ് റൂൾ പറയുന്നത്. ശ്രദ്ധിക്കുക. ഇമാജിൻ എ മാൻ who swims in the direction of current from south to north. സൗത്തിൽ നോർത്തിലേക്കാണ് സ്വിം ചെയ്യുന്നത്. ഫേസിംഗ് മാഗ്നറ്റിക് നീഡിൽ കെപ്റ്റ് അണ്ടർ ഹിം, അയാളുടെ അടിയിൽ മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട്. സച്ച് ദാറ്റ് കറണ്ട് enters his feet, then the north pole of the needle will deflect towards his left hand. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ടുവേഴ്സ് വെസ്റ്റ്. അപ്പൊ ആ രീതിയിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ടുവേഴ്സ് വെസ്റ്റ് ആയിരിക്കുമെന്ന് ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മാക്സ്വെൽ കോർക്ക് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വലത്തേക്ക് തിരിക്കുക, മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂ മുറുകുന്ന തരത്തിലുള്ള സ്ക്രൂവിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ എന്ന് പറയും, റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ എന്ന് വിളിക്കുക. അതായത് സ്ക്രൂ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ക്രൂ എല്ലാം റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ആണ്. നമ്മൾ സ്ക്രൂ മുറുക്കുക എന്ന് പറഞ്ഞാൽ വലത്തേക്കാണ് നമ്മൾ തിരിക്കുക. സ്ക്രൂ ലൂസ് ആക്കണമെങ്കിൽ നമ്മൾ ഇടത്തേക്കും തിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂവിൽ നമ്മൾ ആ തിരിക്കുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ തിരിക്കുമ്പോൾ ആ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? മുമ്പോട്ടായിരിക്കും മൂവ് ചെയ്യുക, ഫോർവേഡ് ഡയറക്ഷൻ മൂവ് ചെയ്യും. അപ്പോൾ ആ രണ്ട് ഡയറക്ഷൻസ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ തിരിക്കുന്ന ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഒഴുകുന്നതെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ ടിപ്പ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും ചുരുക്കം. ഈ ഫോർവേഡ് മോഷൻ ഓഫ് ആൻ ഇമാജിനറി റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ഈസ് in the direction of current through
a linear conductor, then the deflection of rotation of the screw gives the direction of the magnetic lines of forces around the conductor. അപ്പോൾ അതായത് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചും നമുക്ക് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2-3 റൂള് ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ കറണ്ട് കാരിങ് കണ്ടക്ടറിന്റെ സമീപത്തുള്ള ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം എന്ന് ചുരുക്കാം. അപ്പം അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ അടുത്ത് അതായിട്ട് കാണാനായിട്ട് പോവുക. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് കാരിങ് കറണ്ട്, സർക്കുലർ കറണ്ട് കാരിങ് കോയിൽ അല്ലെങ്കിൽ സർക്കുലർ ലൂപ്പ്. ആ ലൂപ്പ് അതിന്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ, ഇപ്പൊ പി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ ഇവിടെ ഫിഗർ ശ്രദ്ധിക്കുക. അപ്പൊ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സർക്കുലർ ലൂപ്പ്. അപ്പൊ ആ ലൂപ്പ് വെച്ചിരിക്കുന്നത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, പ്ലെയിന് പാരലായിട്ടല്ല, പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് ഇവിടെ ലൂപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ലൂപ്പ് കറണ്ട് കാരിങ് ലൂപ്പിന്റെ സെന്റർ ആണ് O ആയിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് റേഡിയസ് എ ഉണ്ട്, സ്മോൾ എ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ ലൂപ്പാണ്. അതിന്റെ മിഡ് പോയിന്റിൽ നിന്നും ആക്സിസിലൂടെ കടന്നു പോകുന്ന ആക്സിൽ ലൈൻ ശ്രദ്ധിക്കുക. ആക്സിസിലൂടെ കടന്നു പോകുന്ന ലൈനിൽ പി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് എക്സ് ദൂരത്തിലാണ്. മിഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ എലമെന്റിന്റെ ഈ സർക്കുലർ കറണ്ട് കാരിങ് ലൂപ്പിന്റെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്ന ചെറിയൊരു എലമെന്റ് ഡി എൽ കൺസിഡർ ചെയ്യുക. അതുപോലെ അതിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡ് ഡി എന്ന് പറയുന്ന പോയിന്റിലും വേറൊരു എലമെന്റ് ഉണ്ട്. 2 എലമെന്റിന്റെയും സെയിം ലെങ്ത് ആണെന്ന് കരുതിക്കും. ഡി എൽ വീതം ലെങ്ത് ഉള്ള സെയിം ലെങ്ത് ഉള്ള എലമെന്റ്. ഈ 2 എലമെന്റുകൾ മാത്രം കൺസിഡർ ചെയ്യുക. സിയിൽ ഇരിക്കുന്ന എലമെന്റ് ഡി എല്ലും ഡിയിൽ ഇരിക്കുന്ന എലമെന്റും പി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് വൈ എന്ന് പറയുന്ന ആ ചെറിയ എലമെന്റ് പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അത് നമ്മൾ ഡി ബി ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് മുകളിലേക്ക് വെക്ടർ വരച്ച് കാണിച്ചിരിക്കുന്ന അതിന്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഡി ബി എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ എലമെന്റ് ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ തന്നെ അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന എലമെന്റ് ഡി എൽ ഡാഷ് ഡിയിൽ ഇരിക്കുന്ന എലമെന്റ്, അതും അതേ സെയിം പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സിയിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ടാൻജൻഷ്യലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ അകത്തേക്കായിരിക്കും, ഇൻവേർഡ് ആയിട്ടാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സിയിൽ. അതുപോലെ ഡിയിൽ വരുമ്പോൾ കറണ്ട് നേരെ പുറത്തേക്കാണ്, വെർട്ടിക്കലി ഔട്ട്വേർഡ് ആയിട്ടാണ് ഡിയിൽ കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ സിയിൽ കറണ്ടിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഇൻവേഴ്സും ഡിയിൽ കറണ്ടിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഔട്ട്വേർഡും ആണ്. അപ്പം കറണ്ട് ഡയറക്ഷൻസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. മുകളിലും താഴെയും കറണ്ടിന്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻസും ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം സിയിൽ നിന്നും പിയിലേക്കുള്ള ദൂരവും അതുപോലെ ഡിയിൽ നിന്നും പിയിലേക്കുള്ള ദൂരവും ഈക്വൽ ആണ്. ആർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അതായത് സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഡി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതാണ് 2 എലമെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ചെറിയ കഷ്ണമായതുകൊണ്ട് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി വീതമാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് കൺസിഡേർഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡയഗ്രാം. ഇപ്പൊ ഇതിനെ പെർപെൻഡിക്കുലർ ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു. സച്ച് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺ ദ പ്ലെയിൻ of the diagram. At C and D, current elements xy and x dash y dash are considered such that current at C emerges out and D enters into the plane of the diagram. Current in the directions vertically inverse vertically outwards ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ നമ്മൾ സിയിലിരിക്കുന്ന എലമെന്റ് ഡി എൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ബയോട്ട്-സാവർട്ട്സ് ലോ ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിക്കും. ബയോട്ട്-സാവർട്ട്സ് ലോ നമ്മൾ കണ്ടതാണ്. μ0/4π ഐഡിയൽ sin θ by r² എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്മോൾ എലമെന്റ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡി ബി എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ എഴുതാനായിട്ട് സാധിക്കും. μ0/4π ഐഡിയൽ sin θ by r². അപ്പൊ അതിനകത്ത് തീറ്റ എന്ന് പറയുന്നത്
DL എന്ന് പറയുന്ന ആ എലമെന്റിന്റെ നടുക്കുന്ന നമ്മൾ വരച്ചിരിക്കുന്ന CP എന്ന് പറയുന്ന ലൈനും തമ്മിലുള്ള ആംഗിളാണ്. അപ്പൊ ആ ആംഗിൾ എത്ര വരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ ഞാനത് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഈ പ്ലെയിനിൽ ഇട്ടിട്ടുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ പ്ലെയിനിലായിട്ട് ഞാനൊന്ന് മാറ്റി വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ DLന്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. DLൽ നിന്നും അതിന്റെ 3 ഡയമെൻഷനിലായിട്ട് ചിന്തിക്കുക. P എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതായത് ഇപ്പൊ ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ നേരെ സ്വല്പം അങ്ങോട്ട് Pയിലേക്ക് ഡയമീറ്റർ പോകുന്നത് ഇപ്പം സെന്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ സെന്ററിൽ പോകുന്നതിന് പകരം മുകളിലേക്ക് ആ സെന്ററിന്റെ പോർഷൻ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് വലിച്ചിട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ വലിച്ചിട്ട് Pയിൽ ടച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ 3 ഡയമെൻഷനിലായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്കറിയാം ഡയമീറ്ററും അതിന്റെ ടാൻജന്റും, ഇപ്പൊ DL എന്ന് പറയുന്ന ടാൻജന്റ് ആണ്, അവർ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ 3 ഡയമെൻഷനിലായിട്ട് ആണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഫിഗറിൽ നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ആംഗിൾ 90 അല്ലല്ലോ, അതിൽ കുറവാണല്ലോ എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിൽ അത് മാറ്റി വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതായത് DL എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ്, അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ആ ഡയറക്ഷനും അവിടെ നിന്നുള്ള ഡയമീറ്ററും 90 ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ജിയോമെട്രിക്കകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ആ ലൈൻ. അതായത് CP എന്ന് പറയുന്ന ആ ലൈനും DL ഡയറക്ഷനും അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ്. അവ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാനായിട്ട് സാധിക്കും? ഇക്വേഷൻ അത് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ DL ആൻഡ് R vector is 90 because the radius of the loop is very small, and since sin 90 is equal to 1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ അത് sin 90 കൊടുക്കാം. 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് μ0/4πIdl/r² എന്നായിട്ട് മാറും. ഇനി നമ്മൾ ആ DB എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടറിനെ 2 കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. കാരണം വെക്ടേഴ്സ് ക്യാൻ ബി റിസോൾവ് ഇൻ ഇറ്റ്സ് കമ്പോണൻസ്. ഇപ്പൊ എക്സ് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും. ഇപ്പൊ അവിടെ ആംഗിൾ ഫൈ ശ്രദ്ധിക്കുക. CPO എന്ന് പറയുന്ന ആംഗിൾ ആണ് അവിടെ ഫൈ ആയിട്ട് എടുത്തിരിക്കുക. അതുകൊണ്ട് വെർട്ടിക്കലുമായിട്ട് D5 അല്ലെങ്കിൽ ഫൈ ആംഗിൾ ആണ് മേക്ക് ചെയ്യുക. അത് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വെർട്ടിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത് DB cos ഫൈ വരും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ DB sin ഫൈയും വരും. അത് ശ്രദ്ധിക്കുക. കമ്പോണന്റ് എടുക്കുമ്പോൾ സൈൻ കോസും തിരിഞ്ഞു പോകരുത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് DB കോസ് വാല്യൂ ആണ് എടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ആംഗിൾ എടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിനൊരു എളുപ്പമാർഗം എന്ന് പറയുന്നത് ഏത് ആക്സിസിനോട് ചേർന്നാണോ ഈ വെക്ടർ കിടക്കുന്നത് അതിലുള്ള കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയിരിക്കുന്നത് ഓർത്തിരുന്ന വെച്ചാൽ മതി. അപ്പോൾ അതിന് വെർട്ടിക്കൽ ആക്സുമായിട്ടാണ് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ DB cos ഫൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിരിക്കും. DB sin ഫൈ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റും ആയിരിക്കും അതിന്റെ. അതുപോലെ തന്നെ DB ഡാഷ് അല്ലെങ്കിൽ ഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എലമെന്റിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ DB ഡാഷും നമുക്ക് റിസോൾവ് ചെയ്യാം. അതും ഇതുപോലെ റിസോൾവ് ചെയ്താൽ 2 കമ്പോണൻസ് ആയിട്ട് DB sin ഫൈ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും DB cos ഫൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനാണ്. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള കമ്പോണൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ DB is resolved into 2 components, DB cos phi and DB sin phi. Due to the diametrically opposite currents elements cos phi, components are always opposite to each other and hence they cancel out each other. അതായത് പെർപെൻഡിക്കുലർ കമ്പോണൻസ് ക്യാൻസൽ ആയി പോകുന്നു. പിന്നെ അവശേഷിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതായത് DB sin phi എന്ന് പറയുന്ന കമ്പോണന്റ് അവശേഷിക്കുന്നുള്ളൂ എന്ന് ചുരുക്കം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും sin phi components due to the current element DL get added up along the same direction in the direction away from the loop. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളവിടെ എടുത്തിരിക്കുന്നത് ഒരു DL എന്ന് പറയുന്ന ഒരു ചെറിയ കഷ്ണം മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ലൂപ്പ് മൊത്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് വെച്ചാൽ മതി, DBകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇടയ്ക്ക് അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ഇന്റഗ്രൽ DB sin phi എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ ദ എൻറ്റയർ കറണ്ട് ലൂപ്പ് കിട്ടും. അതായത് DBയുടെ വാല്യൂ കൊടുത്തേക്കുക ഇന്റഗ്രൽ μ0 sin phi by 4πr² എന്നുള്ളത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിൽ കോൺസ്റ്റൻസ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഇന്റഗ്രൽ സൈൻ വിളിയെടുക്കുക. അപ്പൊ അവിടെ μ0 sin phi r എല്ലാം കോൺസ്റ്റൻസ് ആണ്. വേരിയബിൾ ആയിട്ടുള്ളത് DL ആണ് അവിടുത്തെ വേരിയബിൾ. അപ്പൊ DLകളെല്ലാം കൂടെ കൂട്ടുക. DLകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ കോയിലിന്റെ ചുറ്റളവായിരിക്കും, സർക്കംഫറൻസ്.
അപ്പോൾ എ ആണ് നമ്മളവിടെ അതിൻ്റെ റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2π ആണ് നമുക്ക് കിട്ടുക. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് μ0I ഇൻറ്റു 2πa, അതായത് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ് 2πa ഇൻറ്റു എ ഡിവൈഡ് ബൈ 4πr² എന്ന് എഴുതാം. പിന്നെ അവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ ഇപ്പോൾ ഇതിനകത്ത് r² ടൈമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. r എന്ന് പറഞ്ഞിരിക്കുന്നത് എലമെന്റ് എന്നുള്ള ദൂരമാണ്. അത് നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് r² = a² + x² എന്ന് എഴുതാം. ഫിഗറിലാണ് ശ്രദ്ധിക്കുക, a² + x² എന്ന് എഴുതാം, r². അതുപോലെ സൈൻ ഫൈ എന്ന് പറയുന്ന കമ്പോണന്റ്, ആ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക, COP എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മൾ സൈൻ ഫൈ എടുത്താൽ എതിർവശം ബൈ കർണം a/r എന്നുള്ളതാണ് നമുക്ക് കിട്ടുക, എതിർവശം ബൈ കർണം. അപ്പോൾ അതിന്റെ വാല്യൂയും കൂടെ a/r വാല്യൂ, അതുപോലെ r² വാല്യൂ, അതായത് a² + x² എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇക്വേഷനിലേക്ക്. അപ്പോൾ അങ്ങനെ r വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ ഇതുപോലെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ μ0I a² ഡിവൈഡ് ബൈ 2 ഇൻറ്റു a² + x² × 3/2 എന്ന് എഴുതാം. അപ്പോൾ അവിടെ സൈൻ ഫൈയുടെ വാല്യൂ ആണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്, a ഡിവൈഡ് ബൈ a² + x² × ½ a² + x² എന്ന് പറയുന്നത് എന്താണ്, r² ആണ്. അപ്പോൾ അതിന്റെ റൂട്ട് എടുക്കുക. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നു. ശ്രദ്ധിക്കുക, μ0I a² ഡിവൈഡ് ബൈ 2 ഇൻറ്റു a² + x² × 3/2. അതായത് μ0I a സൈൻ ഫൈ ആർ കോൺസ്റ്റൻസ്, ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് 2πa ആണ്. അതുപോലെ സൈൻ ആർ ആൻഡ് സൈൻ ഫൈ ആർ റീപ്ലേസ് വിത്ത് മെഷറബിൾ കോൺസ്റ്റൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തതാണ്. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. എക്സിന്റെ ടൈമിലേക്ക് നമ്മൾ മാറ്റിയതാണ്. നമ്മൾ അളന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മിഡ് പോയിന്റിൽ നിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, അതിൽ I ആംപിയർ കറണ്ട് കടന്നു പോകുന്നു, അതിന്റെ റേഡിയസ് സ്മോൾ a ആയിട്ട് എടുത്തിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മിഡ് പോയിന്റിൽ നിന്നും ആക്സിയൽ ലൈനിൽ എക്സ് അകലെ കിടക്കുന്ന ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ എക്സ്പ്രഷൻ ആണ്. ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. അതുപോലെ അതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നതിനും ആവശ്യം വരുന്നതാണ്. ഇത് ഒരു നമ്പർ ഓഫ് ടേൺ ഉള്ളെങ്കിൽ, ഇനി ഇതിനകത്ത് ഒരു നമ്പർ ഓഫ് ടേൺ മാത്രമല്ല, n നമ്പർ ഓഫ് ടേൺസ് വേണം, n ചുറ്റുകൾ വരാം. അപ്പൊ അങ്ങനെ ഓരോ ചുറ്റുകളും ഇത്രയും വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻറ്റു n ഇട്ടാൽ മതി. അപ്പൊ μ0 NI a² ഡിവൈഡ് ബൈ 2 ഇൻറ്റു a² + x² × 3/2 എന്ന് ഇട്ടാൽ n നമ്പർ ഓഫ് ടേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും എന്ന് ചുരുക്കം. ഇതിന്റെ രണ്ട് സ്പെഷ്യൽ കേസ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് സെൻട്രൽ x = 0, x = 0 എന്ന് പറയുന്നത് സെൻട്രൽ പോയിന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് x = 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെൻട്രലെ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനിലേക്ക് എക്സിന്റെ വാല്യൂ 0 കൊടുത്താൽ മതി. 0 കൊടുത്തു കഴിഞ്ഞാൽ മിഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ മിഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇഫ് ദ ഒബ്സർവേഷൻ പോയിന്റ് ഈസ് ഫാർ അവേ ഫ്രം ദ കോയിൽ ആൻഡ് എ ഈസ് മച്ച് ലെസ് ദാൻ എക്സ്, അങ്ങനെയാണെങ്കിൽ a² എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം കമ്പയർഡ് വിത്ത് x². അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ μ0I a² ഡിവൈഡ് ബൈ 2x³ എന്ന് എഴുതാം. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. സെൻട്രൽ വാല്യൂ μ0I ബൈ 2a. അപ്പോൾ എക്സിന്റെ വാല്യൂ നമ്മളവിടെ 0 കൊടുത്തിരിക്കുന്നതാണ്. കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ മിഡ് പോയിന്റിലെ വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ വാല്യൂ ശ്രദ്ധിച്ചാൽ മിഡ് പോയിന്റിലാണ് മാക്സിമം വാല്യൂ വരിക. അതായത് അതിന്റെ സെൻട്രൽ, ഈ മിഡ് പോയിന്റിലല്ല, ആ കോയിലിന്റെ സെൻട്രലിലാണ് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് വരിക. രണ്ട് സൈഡിലേക്കും അകന്ന് പോകുന്നതിനനുസരിച്ചിട്ട് വാല്യൂ കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പുകൾ അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായാലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിലും അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ ഷേപ്പ് അവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ കറക്റ്റ് അതിന്റെ സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവിടെ കറണ്ട് എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആണ് പോകുന്നതെങ്കിൽ തമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കും. അപ്പോൾ അത് കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നതെന്ന് ചുരുക്കം. ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇപ്പം ഇതിന്റെ ഏരിയ ഓഫ് ദി ലൂപ്പ് എന്ന് പറയുമ്പോൾ a² ആണ്.
പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ. ഇപ്പം ഇവിടെ നമ്മൾ ഏരിയ നമ്മളിവിടെ റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എ ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ എ സ്ക്വയർ വരും. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ, ഇപ്പം ഈ ഇക്വേഷനിലെ μ0 I a സ്ക്വയർ ഡിവൈഡ് ബൈ 2x ക്യൂബ്, ആ ഇക്വേഷനിലേക്ക് നമ്മൾ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇക്വേഷനെ. അപ്പം μ0 I പൈ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2πx ക്യൂബ് നമുക്ക് എഴുതാം. പൈ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ക്യാപിറ്റൽ എ. അതാണ് ഇവിടെ നമ്മൾ ഇട്ടിരിക്കുക. μ0 I a ഡിവൈഡ് ബൈ 2πx ക്യൂബ്. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനെ മുകളിലും താഴെ നമ്മൾ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പൈ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ഏരിയ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. n നമ്പർ ഓഫ് ടേൺ ഉണ്ടെങ്കിൽ ഇൻറ്റു n കൂടെ വരും. μ0 n/a ഡിവൈഡ് ബൈ 2πx ക്യൂബ് എന്നുള്ളതായിട്ട് മാറും. അപ്പം അതിനകത്ത് വീണ്ടും നമ്മളതിനെ ഒരു മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും നമ്മൾ അതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെ കിട്ടിയിരിക്കുന്ന പോലെ നമുക്ക് എഴുതാം. μ0 ബൈ 4π ഇൻറ്റു 2 ഇൻറ്റു IA ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. അപ്പം അതിനകത്ത് I ഇൻറ്റു എ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഡൈപോൾ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നു. ഡൈപോൾ, കറണ്ട് കാരിങ് കോയിൽ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷനാണ് I ഇൻറ്റു എ എന്ന് പറയുക. അത് ശ്രദ്ധിക്കണം. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു കറണ്ട് I ആംപിയർ കറണ്ട് കടന്നു പോകുന്ന ഒരു സർക്കുലർ കോയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ഏരിയ ഓഫ് ദ ലൂപ്പ് ആയിരിക്കും, I ഇൻറ്റു എ. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറും ആയതുകൊണ്ട് ആംപിയർ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ഈ മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് നമ്മൾ പറയുന്നതെന്ന് ചുരുക്കം. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് I ഇൻറ്റു എ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു IA ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 m ഡിവൈഡ് ബൈ 2πx ക്യൂബ് എന്ന് എഴുതാം. അതായത് I ഇൻറ്റു എക്ക് പകരം നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഇതിനെ നമ്മൾ മുകളിലും താഴെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് താഴത്തെ ഇക്വേഷൻ, അതായത് μ0 ബൈ 4π 2m/x ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ സമാനമാണ്. നമ്മൾ നേരത്തെ ഡൈപോളിന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഈ ഇക്വേഷനുമായിട്ട് സമാനതയുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? 1/4πε0 2p/x ക്യൂബ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് 1/4πε0 എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കോൺസ്റ്റന്റ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് B = μ0/4π × 2m/x ക്യൂബ് ആണ്. ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്താൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ സ്ഥാനത്ത് ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വരുന്നു. അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് I ഇൻറ്റു എ ആയിട്ട് നമ്മൾ എടുത്തത് എന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡെഫിനിഷൻ വരുന്നതെന്ന് ചുരുക്കം. അപ്പോൾ at the center of the loop, a plane of the coil is lying on the plane of the diagram and the direction of current is clockwise, such that the direction of magnetic field is perpendicular to the plane. അപ്പോൾ dB എന്ന് പറഞ്ഞാൽ μ0 ideal by sin theta by a square ആയിട്ട് എടുക്കാം. അപ്പം dB എന്ന് പറഞ്ഞാൽ μ0 ideal by 4π a square. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് μ0 I by 2a ആയിരിക്കും. അപ്പോൾ μ0 I a ആർ കോൺസ്റ്റന്റ്, അതുപോലെ ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ 2πa. അപ്പോൾ അതിന്റെ കോയിലിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഈ പറഞ്ഞ രീതിയിൽ ഗ്രാഫിക്കലായിട്ട് അതിന്റെ വേരിയേഷൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ magnetic field strength at the center of the loop will be maximum. Its value will be μ0 I by 2a, where a is the radius. Where a is the radius. Small a എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, റേഡിയസ് ഓഫ് ദ കോയിൽ. അപ്പൊ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഒരു കോറിൽ ചുറ്റി വെച്ചിരിക്കുക, അതിൽ കറണ്ട് കടത്തി വിടുക, അതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുക. ഇപ്പൊ സോളിനോയിഡ്, അപ്പൊ ആ സോളിനോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും, ജസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റിക് ഡൈപോൾ. ഇപ്പൊ ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് ഒരു സൈഡ് നോർത്ത് പോളും മറ്റൊരു സൈഡ് സൗത്ത് പോളും ആയിട്ട് ബിഹേവ് ചെയ്യും.
ഓരോ കറണ്ട് ക്യാരിങ് ലൂപ്പാണ്. ഓരോ കറണ്ട് ക്യാരിങ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഡൈപോളിന് സമാനമാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുക. അപ്പോൾ അതിൽ താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. വെൻ വി ലുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ കോയിൽ ക്യാരിങ് കറണ്ട്, ഈ കറണ്ട് ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എൻഡിൽ നോക്കുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒഴുകുന്നതെങ്കിൽ ദെൻ ദ എൻഡ് ഓഫ് ദ കോയിൽ വിൽ ബിഹേവ് ലൈക്ക് നോർത്ത് പോൾ. അപ്പോൾ ആ എൻഡ് എന്ന് പറയുന്നത് നോർത്ത് പോൾ ആയിരിക്കും ചുരുക്കം. അതുപോലെ തിരിച്ചാണെങ്കിൽ ആ എൻഡ് സൗത്ത് പോളും ആയിരിക്കും. ആൻഡ് ഇഫ് ദ കറണ്ട് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ദാറ്റ് എൻഡ് ഓഫ് ദ കോയിൽ ബിഹേവ്സ് ലൈക്ക് സൗത്ത് പോൾ. അപ്പോൾ നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. ഒരു എൻഡിൽ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒഴുകുന്നത് എങ്കിൽ ആ എൻഡ് എന്ന് പറയുന്നത് ആ സോളിനോയിഡിന്റെ അല്ലെങ്കിൽ ആ ഇലക്ട്രോ മാഗ്നറ്റിന്റെ നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്നു, മറു സൈഡ് സൗത്ത് പോളുമായിട്ടും ആക്ട് ചെയ്യും എന്ന് ചുരുക്കം. അപ്പൊ ഇങ്ങനെ ഒരു സോളിനോയിഡ് എടുത്തിട്ട് ആ സോളിനോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പൊ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് നമ്മൾ വരച്ചാൽ, ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഫ്ലക്സ് ലൈൻസ് എങ്ങനെ വരച്ചാൽ അതിന്റെ ഷേപ്പ് എങ്ങനെ കിട്ടുമോ അതേപോലുള്ള ഒരു ഷേപ്പ് തന്നെയാണ് ഇവിടെ കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇത് എക്സാക്ട്ലി ഒരു ബാർ മാഗ്നറ്റിന് സമാനമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് ചുരുക്കം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം തമ്മിലുള്ള ആദ്യത്തെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത ഓയസ്റ്റഡ് എക്സ്പെരിമെന്റ്, അതിനുശേഷം ബയോട്ട്-സാവർട്ട്സ് ലോ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞ്, ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, അതുപോലെ ആംബിയസ് സ്വിമ്മിങ് റൂള്, അതല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള്. അപ്പോൾ ആ റൂളൊക്കെ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് അറിയാം. പിന്നെ ആംബിയസ് നമ്മുടെ ബയോട്ട്-സാവർട്ട്സ് ലോ ഉപയോഗിച്ച് സർക്കുലർ കറണ്ട് ക്യാരിങ് കോയിലിന്റെ ആക്സിയൽ ലൈനിലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ എക്സ്പ്രഷന്റെ ഡെറിവേഷൻ. ആ ഡെറിവേഷൻ പ്രധാനപ്പെട്ടതാണ്, അത് എഴുതി നോക്കണം. അതുപോലെ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സെന്ററിലെയും ഒക്കെ നിങ്ങൾ എഴുതി നോക്കണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോബ്ലമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത്ര സമയം ശ്രമിച്ചതിന് നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.